ഹായ് എല്ലാവർക്കും നമസ്കാരം. പൈനിയറിൻ്റെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് 4 ohmസിൽ 60 വാട്ട്സും 2 ohmസിൽ 45 വാട്ട്സും കിട്ടുന്ന ഒരു അടിപൊളി ആംപ്ലിഫയറാണ്. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ ഇതിൻ്റെ AC സെലക്ഷൻ ബട്ടൺ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വോൾട്ടേജ് സെലക്ടറിൽ 4 ടാപ്പിംഗ് ആണുള്ളത്. ഒന്ന് 220, രണ്ടാമത് 110, പിന്നെ 120, 127, അതേപോലെ 240. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ 240 ആണ്. അപ്പോൾ 240യുടെ ലൈൻ വൈൻഡിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമുക്ക് ഒരു മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ കൂടാതെ സീരിയൽ ബൾബിലും ചെക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ മൾട്ടിമീറ്ററാണ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ പ്രൈമറി സൈഡിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആദ്യം കണ്ടുപിടിക്കാം. സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ടാപ്പിംഗ് ആണ്. ഇതിപ്പോൾ 2 സർക്യൂട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് 3ഉം ഒരു ടാപ്പ്, ഇത് 4ആയിട്ട് നേരിട്ട് ലിങ്കില്ല. ഈ ഫുള്ള് കാണിക്കുന്നത് 110 ആണ്. ഇത് ഒരു കാരണവശാലും ഇതിൽ കൊടുക്കാൻ പാടില്ല. ഇത് 110, ഇത് 127, 120 ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 240 ആണ്. ഇത് 4ഉം വേറെ വൈൻഡിങ് ആണ്. അപ്പോൾ ഇതിൽ ഈ സൈഡിൽ ഏറ്റവും കുറഞ്ഞ ഓംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മൾട്ടിമീറ്റർ ഷോർട്ട് ചെയ്യുന്ന അതേ റേഞ്ചിലാണ് ഈ വൈൻഡിങ്ങും കാണിക്കുന്നത്. അപ്പോൾ ഇത് 110 ആണ്. അപ്പോൾ ഇത് 4ഉം 110, 200 ആ റേഞ്ചിനകത്താണ് ഈ വൈൻഡിങ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് 240 വോൾട്ടാണ്. അപ്പോൾ നമുക്കത് ഈ യെല്ലോ സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കാം. ബാക്കി ഇത് രണ്ടുമാണ് എൻ്റെ ടാപ്പിംഗ്. അപ്പോൾ ഇതിൽ ഓംസ് കൂടുതലാണ്, എന്നാലും ഒരു കുറച്ചും കൂടി ഓംസ് കൂടിയത് ഈ ലാസ്റ്റ് വൈൻഡിങ് ആണ്. അപ്പോൾ ഇതാണ് 240. അപ്പോൾ ഇത് നമുക്കിനി ഡയറക്റ്റ് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ലൂപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഈ 2 വൈൻഡിങ് കൂടെ ഷോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് 240 കിട്ടുന്നത്. അതായത് ഈ സ്വിച്ചിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതേ ഒരു ഷോർട്ടിംഗ് ആണ് ഈ സ്വിച്ചിനകത്ത് നടക്കുന്നത്. അത് നമ്മളിപ്പോൾ ഇവിടെ പുറത്തുനിന്ന് ചെയ്തു. ഇപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ഇതെൻ്റെ പവർ ബട്ടൺ.
ഇത് രണ്ടും സ്പീക്കേഴ്സിൻ്റെ സ്വിച്ചാണ്. ചാനൽ എ, ചാനൽ ബി. ഇത് ബേസ്, ട്രിബിൾ, ലൗഡ്നെസ്. ഇത് വോളിയം കൺട്രോളാണ്. ഇത് മോട്ടറൈസ്ഡ് വോളിയം കൺട്രോളാണ്, റിമോട്ടിൽ വർക്ക് ചെയ്യും. ഇത് ചാനൽ ഡയറക്റ്റ്, ബേസും ട്രിബിളും ഇല്ലാതെ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം. ഇതെൻ്റെ ബാലൻസ് ആണ്. ഇത് എൻ്റെ ഇൻപുട്ട് സെലക്ടറാണ്. സി ഡി, ട്യൂണർ, ഫോണോ, ലൈൻ, സി ഡി ടേപ്പ്. ഈ കാണുന്നതാണ് ഈ വോളിയം കൺട്രോളിൻ്റെ മോട്ടർ. ചെറിയൊരു മോട്ടർ ഉപയോഗിച്ചാണ് ഈ വോളിയം വർക്ക് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് വ്യൂ. ഇതിൽ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ ആംപ്ലിഫയർ മോഡൽ A208. ഇതെല്ലാം എൻ്റെ ഇൻപുട്ടാണ്. ഇൻപുട്ട് ഫോണോ, ട്യൂണർ, സി ഡി, ലൈൻ. ഇത് റെക്കോർഡിങ്ങിന് ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് സ്പീക്കേഴ്സാണ്. സ്പീക്കേഴ്സ് എ, സ്പീക്കർ ബി. നമുക്ക് ഫ്രണ്ടിൽ സെലക്ട് ചെയ്യാം. രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഈ ആമ്പിൻ്റെ വിശേഷം.